ഏലത്തിന് 1000-ന് മുകളിൽ വില ലഭിക്കുന്നുവെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വന്നിട്ടുള്ള കുറവ് ഏലം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഏത് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പ് സജീവമാകുന്നിരിക്കെ പ്രതീക്ഷിച്ച രീതിയിൽ ഏലച്ചെടികളിൽ വിളവെടുക്കാൻ ഏലക്ക ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. പോയ വർഷത്തെ അധിക മഴ മൂലം ഏലച്ചെടികൾ അഴുകി നശിച്ചത് ഉൽപാദനക്കുറവിന് ഇടയാക്കിയതായി കർഷകർ പറയുന്നു. വിളവുള്ളപ്പോൾ വിലയും വിലയുള്ളപ്പോൾ വിളവുമില്ലെന്ന അവസ്ഥയിലാണ് ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക ഏലം കർഷകരും. 700-നും താഴേക്കെത്തിയ ഏലക്കായുടെ വില പതിയെ 1000-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വില 1000 കടന്നെങ്കിലും വിളവെടുക്കാൻ പല കർഷകർക്കും കാര്യമായ ഏലക്കായില്ല. തീരെ ഇടിഞ്ഞ അവസ്ഥയിൽ നിന്നും നാളുകൾക്ക് മുമ്പ് വില 3000-ലേക്ക് എത്തിയിരുന്നു. ഇതിനുശേഷം പിന്നീട് വില കുത്തനെ ഇടിഞ്ഞു. അതിനുശേഷമാണിപ്പോൾ വില വീണ്ടും 1000-ന് മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പ് സജീവമാക്കാമെന്നിരിക്കെ പ്രതീക്ഷിച്ച രീതിയിൽ ഏലച്ചെടികൾ വിളവെടുക്കാൻ ഏലക്കയില്ലാത്ത സ്ഥിതിയുണ്ട്. പോയ വർഷത്തെ അധിക മഴ മൂലം ഏലച്ചെടികൾ അഴുകി നശിച്ചത് ഉൽപാദനക്കുറവിന് ഇടയാക്കിയതായി കർഷകർ പറയുന്നു. ഈ വർഷവും സമാന രീതിയിൽ മഴയുണ്ടാകുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.